കേരളം അഭിമാനിക്കുന്ന നിമിഷമെന്ന പ്രഖ്യാപനത്തോടെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊച്ചി മെട്രോ നിർമ്മാണത്തിൽ തുടക്കമിട്ടത്. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ആദ്യം ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. തുടർന്ന് മുഖ്യമന്ത്രി പച്ചക്കൊടി വീശിയതോടെ ഇടപ്പള്ളിയിൽ ആദ്യ പൈലിംഗിനും തുടക്കമായി. Ladies and gentlemen, we are watching the real-time live visuals from the construction site near Changambura, Kalamassery. നഗരത്തിന് പുറത്തേക്കും മെട്രോ വിപുലപ്പെടുത്തണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കുകയാണെന്നും ഇതിന് സാധ്യതാ പഠനത്തിനായി നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 6 മാസത്തിനുള്ളിൽ പഠന റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ട് ടച്ച് ചെയ്ത് അങ്കമാലിയിലേക്ക് നീട്ടണം. മെട്രോ റെയിൽ പശ്ചിമ കൊച്ചിയിലേക്ക് മട്ടാഞ്ചേരിയിലേക്ക് നീട്ടണം. ഈ റെയിൽ ഈ ജില്ലയുടെ തലസ്ഥാന പ്രദേശമായ ഹൈറ്റി ഹബായ കാക്കനാട് പ്രദേശത്തേക്ക് നീട്ടണം. ഈ ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കൊച്ചി മെട്രോയ്ക്ക് പുറമെ തിരുവനന്തപുരം, കോഴിക്കോട് മോണോറെയിൽ പദ്ധതികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ DMRCയുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ഒപ്പുവയ്ക്കും. വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിലെ മെട്രോ റെയിൽ പേട്ടയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ നീട്ടുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദും അറിയിച്ചു. ഇതിനായി 300 കോടി രൂപ മാത്രമാണ് അധികം കണ്ടെത്തേണ്ടത്. മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും പുറമെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. മെട്രോ റെയിൽ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൊച്ചിക്കാർക്കും കൊച്ചിയിലെത്തുന്നവർക്കും ലഭ്യമാവുക പുതിയൊരു യാത്രാനുഭവമാകും. KMRLന്റെ നേതൃത്വത്തിൽ യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി നിലവിൽ വരുന്നതോടെ ഒറ്റ ടിക്കറ്റിൽ ബസ്സിലും ബോട്ടിലും ട്രെയിനിലും സഞ്ചരിക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. നോർത്ത് മേൽപ്പാല പുനർനിർമ്മാണവും AL ജേക്കബ് മേൽപ്പാലവും മെട്രോയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഇടപ്പള്ളി മേൽപ്പാലവുമാണ് മെട്രോ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളായി കൊച്ചിക്ക് ലഭിച്ചത്. ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കാതെ തിരക്കേറിയ പാതകളിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മെട്രോ നിർമ്മാണ പ്രവർത്തനത്തിലും ആവർത്തിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് DMRC. ഓരോ സ്റ്റേഷന്റെയും രൂപകൽപ്പന മുതൽ ടിക്കറ്റുകളിൽ വരെ പ്രത്യേകതകൾ വേണമെന്ന നിർദ്ദേശത്തിലാണ് KMRL. കേരളീയ ശൈലിയിലുള്ള സ്റ്റേഷനുകൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്റ്റിന്റെ കൊച്ചിൻ ചാപ്റ്ററാകും രൂപകൽപ്പന നിർവഹിക്കുക. കമ്പാർട്ട്മെന്റുകളിലും സ്റ്റേഷനുകളിലും യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ ഡിസ്പ്ലേ ബോർഡിൽ തെളിയും. ഒപ്പം ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും അനൗൺസ്മെന്റുകളും ഉണ്ടാകും. തെന്നി വീഴാത്തതും തീപിടിക്കാത്തതുമായ തറകളാണ് കോച്ചുകളിലും സ്റ്റേഷനുകളിലും ഉണ്ടാവുക. അടിയന്തര സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ഓപ്പറേറ്ററുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയും. സ്ഥിരം യാത്രക്കാർക്കായി സ്മാർട്ട് കാർഡുകളും ഒറ്റയാത്രയ്ക്കായി സ്മാർട്ട് ടോക്കണുകളുമാണ് ഒരുക്കുക. മെട്രോ റെയിൽ അനുബന്ധമായി റോഡ് ജലഗതാഗത പദ്ധതികളും ഒരുക്കുന്നുണ്ട്. KMRLന്റെ നേതൃത്വത്തിൽ യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി നിലവിൽ വരുന്നതോടെ ഒറ്റ ടിക്കറ്റിൽ ബസ്സിലും ട്രെയിനിലും ബോട്ടിലും സഞ്ചരിക്കാൻ കഴിയും. മെട്രോ റെയിലിന്റെ 2ാം ഘട്ടം കാക്കനാട്ടേക്കും നെടുമ്പാശ്ശേരിയിലേക്കും പശ്ചിമ കൊച്ചിയിലേക്കും നീണ്ടാൽ പുതിയ യാത്രാനുഭവമാകും കൊച്ചിയെ കാത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 25 കിലോമീറ്റർ ദൂരത്തിൽ 4ഇടത്താണ് ഒരേ സമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറ പേട്ടയിലേക്കുള്ള മെട്രോ പാതയിൽ 22 സ്റ്റേഷനുകളാണുള്ളത്. ദേശീയപാതയിലൂടെ വന്ന ഇടപ്പള്ളി ജംഗ്ഷനിലെത്തി പഴയ ദേശീയപാതയിലൂടെ പാലാരിവട്ടം കലൂർ വഴി MG റോഡിലെത്തി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് SA റോഡിലൂടെ വൈറ്റില മൊബിലിറ്റി ഹബ്ബ് വഴി പേട്ടയിലെത്തുന്നതാണ് കൊച്ചി മെട്രോ റെയിലിന്റെ 1ാം ഘട്ടം. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ സിസ്റ്റത്തിൽ ഡ്രൈവറില്ലാതെ ഓടുന്ന രാജ്യത്തെ ആദ്യ മെട്രോയാണ് കൊച്ചി മെട്രോ. റോഡിന്റെ മീഡിയനിൽ തൂണുകൾ നിർമ്മിച്ച് അതിൽ പാലമുറപ്പിച്ചാണ് കൊച്ചി മെട്രോ നിർമ്മിക്കുന്നത്. സ്റ്റേഷനുകൾ റോഡിനു നടുവിൽ ഉയരത്തിലാണ്. സ്റ്റേഷനിലേക്ക് കയറാൻ റോഡിന് ഇരുവശത്തും എസ്കലേറ്ററുകളും പാർക്കിങ്ങിന് സ്ഥലവും ഉണ്ടാകും. പാളത്തിന് സമാന്തരമായി മറ്റൊരു പാളമിട്ട് തേർഡ് റെയിൽ ട്രാക്ഷനിലൂടെയാണ് ട്രെയിൻ ഓടുവാനുള്ള വൈദ്യുതി നൽകുക. 3 കോച്ചുകളുള്ള ട്രെയിനിൽ 1000 പേർക്ക് യാത്ര ചെയ്യാം. ആദ്യഘട്ടത്തിൽ 5 മിനിറ്റ് ഇടവിട്ട് രാവിലെ 5 മുതൽ രാത്രി 12 മണി വരെയാണ് സർവീസ് നടത്തുക. ഓരോ സ്റ്റേഷനിലും 30 സെക്കൻഡ് വീതം ട്രെയിൻ നിർത്തും. 45 മിനിറ്റ് കൊണ്ട് ആലുവയിൽ നിന്ന് പേട്ടയിലെത്താൻ മെട്രോ ട്രെയിനിന് കഴിയും.